ഹലോ. അപ്പോൾ ഞാനിങ്ങനെ ഷാർലറ്റിലെ നമ്മുടെ സ്നോ എല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഞങ്ങൾക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് സ്നോ നന്നായിട്ട് വീഴുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ഒരു ദിവസം സ്നോ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ്. പക്ഷേ സ്നോ പെയ്യണ മാതിരിയൊന്നും വൈകുന്നേരം വരെയും ഒരു ഒരു ഓ, ലക്ഷണവും ഇല്ല. പക്ഷേ നോക്കിയേ, പയ്യെ പയ്യെ ഫ്ലറീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. അന്ന് ഒരു ഏകാദശി ദിവസമാണ് കേട്ടോ. അന്ന് ഞാൻ അന്ന് രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കല്ല, ഒരു 11 മണിയായപ്പോൾ തന്നെ അമ്പലത്തിലൊക്കെ പോയി. സ്നോ വീഴുന്നതിന് മുന്നേ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് മക്കളെല്ലാവരും, ഇതെൻ്റെ മൂത്ത കുട്ടിയാണ് കേട്ടോ, പ്രത്യൂഷ്. അവനും എൻ്റെ രണ്ടാമത്തെ ആൾ ദക്ഷിത്തും എല്ലാവരുമായിട്ട് മഞ്ഞിൽ കളിയായിരുന്നു ഞങ്ങൾ. ഭയങ്കര രസമായിരുന്നു അന്നത്തെ ദിവസം. ഇവർക്ക് ആർക്കും വീഡിയോ എടുക്കണതും ഫോട്ടോ എടുക്കണതൊന്നും നോക്കാൻ സമയമേ ഇല്ല. കണ്ടില്ലേ, എല്ലാവരും ആ ഒരു കളിയിലങ്ങ് എൻജോയ് ചെയ്തിരിക്കുക. നന്നായിട്ട് മഞ്ഞ് പെയ്തു അന്നത്തെ ദിവസം. അതൊരു ഒരു ഒരു 3 മണിക്കൂർ നന്നായിട്ട് പെയ്തു. അത് കഴിഞ്ഞ് ഗിരിശേട്ടനെ ഇറക്കി. ഗിരിശേട്ടൻ ആദ്യം വരില്ല എന്നൊക്കെ വിസമ്മതിച്ചിരുന്നു കേട്ടോ. പിന്നെ പതുക്കെ ഗിരിശേട്ടനും ഇറങ്ങി. പിന്നെ മക്കളെല്ലാവരും പുറത്തിറങ്ങി സ്നോ ഉണ്ടാക്കി കളിയും. ഈ ആദ്യത്തെ ദിവസം പെയ്യുമ്പോൾ നമുക്ക് സ്നോ ഒക്കെ എടുത്ത് കളിക്കാൻ നല്ല രസമാണ്. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അതങ്ങ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങ് കട്ടിയാവും കേട്ടോ. പിന്നെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. പക്ഷെ വീഴുന്ന ദിവസം എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എൻജോയ് ചെയ്ത് പുറത്തിറങ്ങി കളിച്ച് അവർ സ്നോ എല്ലാം വച്ച് സ്നോമാനെയും എല്ലാം ഉണ്ടാക്കി. ഞാൻ പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ സിംബ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഡോഗുണ്ട്. അതിനെ എടുത്തും ഗിരിശേട്ടൻ പോയി കളിച്ചിട്ട് അവനെ നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം ഭയങ്കരമായിട്ടും കൊണ്ട് പോയി ആ സ്നോയും കൊണ്ട്. പിന്നെ ആയപ്പോൾ വൈകുന്നേരം ഒരു നൈറ്റൊക്കെ ആയപ്പോൾ പിന്നെ മഴയായി. അതോടെ തന്നെ അത്ര തന്നെ ഞങ്ങളുടെ ആ സ്നോ തീർന്നത്. ആ ഒരു ദിവസം വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന സ്നോ ഞങ്ങൾ നല്ല വൃത്തി എൻജോയ് ചെയ്യും. സച്ച് എ ഹാപ്പി ഡേ, ഹാപ്പി സ്നോ ഡേ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ. താങ്ക് യു.